നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അടി തിരിച്ചടി. ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ കളി തീരുമാനമായി. ത്രില്ലറിനൊടുവിൽ ഷൂട്ടൗട്ടിൽ വിജയിച്ച് സ്പെയിൻ യുവേഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. 3-3 സമനിലയെ തുടർന്ന് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി 5-4 വിജയിച്ച് കയറുകയാണ് സ്പെയിൻ ചെയ്തത്. ആദ്യപാദ മത്സരം സമനിലയായിരുന്നു. ലാമിൻ യമാൽ വീണ്ടും റെക്കോർഡിട്ടിരിക്കുകയാണ്. എക്സ്ട്രാ ടൈമിൽ അവൻ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗോളോടുകൂടി യുവേഫ നേഷൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് അവൻ മാറി. ലാമിൻ യമാൽ ബിക്കംസ് ദി യങ്ങസ്റ്റ് പ്ലെയർ ടു സ്കോർ ഇൻ ദി യുവേഫ നേഷൻസ് ലീഗ്. 17 വയസ്സും 253 ദിവസവുമായിരുന്നു ഇന്നലത്തെ അവൻ്റെ പ്രായം. ബിഗ് സ്റ്റേജിൽ ഗോളടിക്കുന്നത് അവൻ തുടരുകയാണ്. റെക്കോർഡുകൾ കടപുഴക്കുന്നത് അവൻ തുടരുകയാണ്. ഏതായാലും ഈ മത്സരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു. അടി തിരിച്ചടി അതാണ് നമ്മൾ കണ്ടത്. ഒയർസബാളിൻ്റെ മുന്നിൽ നിർത്തി നിക്കോ വില്യംസും ഓൽമോയും യമാലും ഒക്കെ ചേർന്നുകൊണ്ടാണ് സ്പെയിനിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചെങ്കിൽ മറുഭാഗത്ത് മെംഫിസ് ഡിപ്പായ്, ഗാക്പോ, ക്ലൈവേർട്ട്, ഫ്രിംപോങ് എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് നെതർലൻഡ്സിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 8ാമത്തെ മിനിറ്റിൽ തന്നെ പെനാൽറ്റിയിലൂടെ ഒയർസബാൾ സ്പെയിനിനെ മുന്നിലെത്തിച്ചതാണ്. എന്നാൽ രണ്ടാം പകുതിയിൽ മെംഫിസ് ഡിപ്പായ് 84ാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ആ ഗോൾ മടക്കി. കളി വീണ്ടും തുല്യമായിട്ട് നിൽക്കുന്നു. 67ാമത്തെ മിനിറ്റിൽ ഒയർസബാളിൻ്റെ അടുത്ത ഗോൾ സ്പെയിനിന് ലീഡ്. പിന്നാലെ വന്നു നെതർലൻഡ്സിൻ്റെ മറുപടി. 79ാമത്തെ മിനിറ്റിൽ മാറ്റ്സൻ്റെ ഗോളിലൂടെ ഒപ്പം പിടിച്ചു. കളി 90 മിനിറ്റ് കഴിയുമ്പോൾ 2-2 സമനില. എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു. 103ാമത്തെ മിനിറ്റിൽ യമാൽ സ്പെയിനിനെ മുന്നിലെത്തിക്കുന്നു. വിട്ടില്ല നെതർലൻഡ്സ്. 109ാമത്തെ മിനിറ്റിൽ സിമോൺസിലൂടെ പെനാൽറ്റി ഗോളിലൂടെ അവർ ഒപ്പം പിടിക്കുന്നു. കളി പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങി. അവിടെയും ഒരുപോലെ കാര്യങ്ങൾ നീങ്ങി. ആദ്യം 3 പെനാൽറ്റികൾ 2 ടീമും ഗോളാക്കി മാറ്റി. പിന്നാലെ നെതർലൻഡ്സിൻ്റെയും അതുപോലെ തന്നെ സ്പെയിനിൻ്റെയും പെനാൽറ്റികൾ മിസ്സാവുന്നു. യമാലാണ് സ്പെയിനിൻ്റെ പെനാൽറ്റി മിസ്സാക്കിയത് എന്നതും ശ്രദ്ധിക്കുക. അതിനുശേഷം 2 ടീമും വീണ്ടും അടുത്ത പെനാൽറ്റികൾ ഗോളാക്കുന്നു. ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒപ്പത്തിനൊപ്പം പോയതാണ്. ഒടുവിൽ മലൻ്റെ പെനാൽറ്റി ഗോളാവാതെ വന്നതോടുകൂടി സ്പെയിനിൻ്റെ പെനാൽറ്റി ആവട്ടെ പെട്രി ഗോളാക്കുകയും ചെയ്തു. അങ്ങനെ 5-4 ഷൂട്ടൗട്ടിൽ വിജയിച്ച് കയറിയിരിക്കുകയാണ് സ്പെയിന്. അവരിതാ യുവേഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നു പോയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.